കേന്ദ്രമന്ത്രി രാജീവ് ഗാന്ധിക്കെതിരായ മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യരുടെ പരാമർശത്തിൽ വിവാദം കത്തിപ്പടരുകയാണ്. ആദ്യം കേംബ്രിഡ്ജിലും പിന്നീട് ഇംപീരിയൽ യൂണിവേഴ്സിറ്റിയിലും അക്കാദമിക് രംഗത്ത് 2 തവണ പരാജയം നേരിട്ട വ്യക്തിയാണ് രാജീവ് ഗാന്ധി എന്നാണ് മണിശങ്കർ അയ്യർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് പിന്നാലെ BJP ഉൾപ്പെടെ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോൾ ഞാൻ വളരെയധികം ആശ്ചര്യപ്പെട്ടു. അദ്ദേഹം ഒരു എയർലൈൻ പൈലറ്റ് ആണെന്ന് ഞാൻ കരുതി. കേംബ്രിഡ്ജിൽ പരാജയപ്പെട്ടു. അവിടെ പരാജയപ്പെടുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കാരണം അവരുടെ പ്രതിച്ഛായ നിലനിർത്താൻ യൂണിവേഴ്സിറ്റി എല്ലാവരും കുറഞ്ഞത് പാസ് ആണെന്നെങ്കിലും ഉറപ്പിക്കാറുണ്ട്. എന്നിട്ടും അവിടെ രാജീവ് ഗാന്ധി പരാജയപ്പെട്ടു. അതിനുശേഷം ലണ്ടനിലെ ഇംപീരിയൽ കോളേജിൽ പോയി അവിടെയും അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെയൊരാൾ എങ്ങനെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകും എന്നായിരുന്നു ഞാൻ ചിന്തിച്ചതെന്നാണ് മണിശങ്കർ അയ്യർ ചൂണ്ടിക്കാട്ടിയത്. സംഭവത്തിന്റെ വീഡിയോ ക്ലിപ്പ് ഉൾപ്പെടെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. BJP ഉൾപ്പെടെ വിഷയം ഏറ്റെടുക്കുകയും വ്യാപകമായി വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ UPA സർക്കാരിലെ മുൻ മന്ത്രി തന്നെ രാജീവ് ഗാന്ധിയെ കുറിച്ചുള്ള ഇത്തരം വിവരങ്ങൾ വെളിപ്പെടുത്തിയതിനു പിന്നിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. BJPയുടെ സ്ലീപ്പർ സെൽ എന്നാണ് മണിശങ്കർ അയ്യരെ ഒരു കോൺഗ്രസ് നേതാവ് വിശേഷിപ്പിച്ചത്. വിവാദത്തോട് പ്രതികരിച്ച കോൺഗ്രസ് MP താരിഖ് അൻവർ അയ്യരുടെ പരാമർശം തള്ളുകയും രാജീവ് ഗാന്ധിയെ പ്രതിരോധിക്കുകയും ചെയ്തു. പരാജയപ്പെടുക എന്നത് അത്ര വലിയ കാര്യമല്ല. മികച്ച ആളുകൾ പോലും ചിലപ്പോൾ പരാജയപ്പെടുന്നുണ്ട്. എന്നാൽ രാഷ്ട്രീയത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടിട്ടില്ല. പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം മികച്ച പ്രകടനമാണ് നടത്തിയതെന്നായിരുന്നു താരിഖ് അൻവർ പറഞ്ഞത്. BJPയുടെ അമിത് മാളവ്യ ഉൾപ്പെടെ മണിശങ്കർ അയ്യരുടെ പ്രസ്താവന ഏറ്റെടുത്തതിനു പിന്നാലെ പാർട്ടിക്കുള്ളിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. കോൺഗ്രസ് ദേശീയ വക്താവ് ചരൺ സിംഗ് സപ്ര മണിശങ്കർ അയ്യർ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിച്ഛായയെ നിരന്തരം വ്രണപ്പെടുത്തുകയാണെന്നാണ് ആരോപിച്ചത്. അദ്ദേഹത്തെ കേന്ദ്രത്തിൽ മന്ത്രിയാക്കി. 2009ലും 2010ലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ സോണിയാഗാന്ധി രാജ്യസഭയിൽ നയിക്കാൻ അദ്ദേഹത്തിന് അവസരം നൽകി. അദ്ദേഹം ഇതെല്ലാം മറന്നോ എന്നായിരുന്നു സപ്രയുടെ ചോദ്യം. BJPയുടെ സ്ലീപ്പർ സെല്ലാണോ അദ്ദേഹമെന്ന് സംശയിക്കുന്നതായും BJP അദ്ദേഹത്തെ ഉപയോഗിച്ച് വ്യാജ പ്രചരണം നടത്തുകയാണെന്നും കോൺഗ്രസ് നേതാവ് കൂട്ടിച്ചേർത്തു. അതേസമയം രാജീവ് ഗാന്ധി രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമ്പോൾ മണിശങ്കർ അയ്യർ അദ്ദേഹവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി കോൺഗ്രസിന് നിരന്തരം തലവേദന സൃഷ്ടിക്കുന്ന പ്രസ്താവനകളുമായി അയ്യർ പാർട്ടിക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുകയാണ്. ഇതിലെ അവസാന സംഭവമാണ് രാജീവ് ഗാന്ധിയുമായി ബന്ധപ്പെട്ടത്.